വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കുട്ടികളുടെ ഡൗട്ടാണ്. നമ്മൾ ഓൾറെഡി 2 വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിനെ പറ്റിയിട്ട്. പക്ഷെ ആ പല വീഡിയോസും കണ്ടിട്ടും പിന്നെയും ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാരാമെഡിക്കലിന്റെ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം ഓഗസ്റ്റ് 20 അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അഡ്മിഷനും എടുത്തു കഴിഞ്ഞു. ഈ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഈ LBS കുറെ കുട്ടികൾ പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്ത കുട്ടികൾ ചുമ്മാ നഴ്സിങ്ങിന് കൊടുത്ത കുട്ടികളുണ്ടാകും. അതായത് നഴ്സിങ്ങിന് അവർക്ക് താല്പര്യമില്ല, പക്ഷെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുത്ത കുട്ടികളുണ്ടാവും. ഇവര് പല കുട്ടികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സീറ്റൊക്കെ എന്തായിട്ട് വരും? വാക്കൻസി ആയിട്ട് വരും. ഈ വാക്കന്റ് സീറ്റുകളെല്ലാം കൂടി LBS സൈറ്റിൽ ഒരു ഓപ്ഷൻ ആയിട്ട് വരും. അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കോളേജ് ലിസ്റ്റ് വന്നില്ലേ, നമുക്ക് ഇത്രയും കോളേജസ് ഓപ്ഷൻസിന് വെക്കാം എന്ന് പറഞ്ഞ് ലിസ്റ്റ് വന്നില്ലേ, അതുപോലെ ഇനി അടുത്ത നാളെ ഓഗസ്റ്റ് 20 ശേഷം ഇതുപോലെ ലിസ്റ്റ് LBSന്റെ സൈറ്റിൽ വരും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കോളേജ് ലിസ്റ്റ് എല്ലാം അതിൽ ഉൾപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കോളേജിലുണ്ടായിരുന്ന 100 സീറ്റും നമുക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിനും ഉൾപ്പെടും എന്നും പറയാൻ പറ്റില്ല. എത്രയാണ് വാക്കൻസി എന്നത് ഈ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ കോളേജിലും എത്ര വാക്കൻസി ഉണ്ടെന്ന് LBS മനസ്സിലാക്കിയിട്ട് അവരുടെ സൈറ്റിൽ ആ ഒരു കോളേജ് ലിസ്റ്റും അതുപോലെ വാക്കൻസി ലിസ്റ്റും അപ്ലോഡ് ചെയ്യും. ഇത് ചെയ്യുന്നത് ഓഗസ്റ്റ് 20 ശേഷമാണ്. അതായത് നാളെ 5 മണി വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് അഡ്മിഷൻ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം LBS ഏതൊക്കെ കോളേജസിൽ വാക്കൻസി ഉണ്ട്, ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ കോളേജ് ലിസ്റ്റ് ആണ് ഇനി സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ പുതിയൊരു കോളേജ് ലിസ്റ്റ് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ കോളേജ് ലിസ്റ്റ്, അതായത് നമുക്ക് വാക്കൻസി വന്നല്ലോ, ഈ വന്ന വാക്കൻസീസ് ആണ് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ വെക്കാനുള്ളത്. അപ്പോൾ കുറെ കുട്ടികൾ ചോദിച്ചതായിരുന്നു, ആദ്യം സ്പെഷ്യൽ ആണോ സ്പോട്ട് ആണോ വരുന്നത്? ഈ വർഷം പല രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യം സാധാരണ വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ്. സ്പെഷ്യൽ അലോട്ട്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക, ഒന്നുമല്ല, LBSൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് പറ്റുള്ളൂ. അത് പല കുട്ടികളും ചോദിച്ചതാണ്, ഓൾറെഡി LBS രജിസ്റ്റർ ചെയ്തില്ല, ഇനി സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല. ഓൾറെഡി LBSൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് സൈറ്റിൽ കോളേജ് ലിസ്റ്റും വാക്കൻസി വരുന്നതനുസരിച്ച് നിങ്ങൾ പുതിയ ഓപ്ഷൻസ് അതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതിന് വേറെ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എങ്ങനെയാണ് ഓപ്ഷൻസ് വെക്കേണ്ടത്, അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അതൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ആദ്യം വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് സാധാരണ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എത്രണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വാക്കൻസി ഉണ്ടോ അതനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെന്റ് നടക്കാറുണ്ട്. 10 സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഓൺലൈൻ ആയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റിനൊക്കെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വെയിറ്റ് ചെയ്തില്ലേ, അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിനും വീട്ടിലിരുന്ന് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളുടെ അലോട്ട്മെന്റും കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. നോർമലി നമ്മൾ ചെയ്തതുപോലെ തന്നെ ആയിരിക്കും. ഇനി സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അവര് പറയുന്ന സെന്ററിൽ നിങ്ങൾ പോകണം. എന്നിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വേക്കൻസി ഉള്ള ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ കയറുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കും. അതുപോലെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഓഗസ്റ്റ് 20 5 മണിക്ക് ശേഷം മാത്രമേ അറിയുള്ളൂ. അതായത് നാളെ തന്നെ അറിയുമെന്നല്ല പറയുന്നത്. നാളത്തെ അഡ്മിഷൻ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം LBS ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അറിയിക്കുന്നത്. അതുപോലെ പാരാമെഡിക്കലിലെ കുട്ടികൾ, പാരാമെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അവർ വീഡിയോ കാണുന്നുള്ളൂ. പല നഴ്സിംഗിന്റെ വീഡിയോയുടെ ഇടയിൽ കൂടി നമ്മൾ പാരാമെഡിക്കലിന്റെ ഇൻഫർമേഷൻസ് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ അതുകൂടി കാണാത്തത് കൊണ്ട് അവർക്ക് ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസും പലതും മനസ്സിലാകുന്നില്ല. അത് നമ്മൾ വീഡിയോയിലെ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പാരാമെഡിക്കലാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ച് BSc നഴ്സിംഗിന്റെ ഇൻഫർമേഷൻസ് സത്യത്തിൽ അറിയാതിരിക്കുന്നത് വളരെ മണ്ടത്തരമായ ഒരു കാര്യമാണ്. കാരണം BSc നഴ്സിംഗിന്റെ അതേ
പ്രോസസ്സിംഗ് തന്നെ ആയിരിക്കും പാരാമെഡിക്കലിനും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് BSc നഴ്സിംഗിന്റെ ഏതൊക്കെ വീഡിയോസ് ആണോ കാണാൻ പറ്റുന്നത് അതുകൂടെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, എങ്ങനെയാണ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ് പാരാമെഡിക്കലിന്. അപ്പോൾ നിങ്ങൾ പാരാമെഡിക്കൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാത്രം അത് കാണാം എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾ മാക്സിമം BSc നഴ്സിംഗിന്റെ വീഡിയോസും കൂടി നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഏകദേശം BSc നഴ്സിംഗിന്റെ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നതും നിങ്ങളുടെ റിസർവേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതും. പാരാമെഡിക്കലിന്റെ കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പാരാമെഡിക്കലിന്റെ ഓരോ കോളേജസിന്റെയും അപ്രൂവൽ LBS വെരിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാരാമെഡിക്കലിന്റെ SPMA അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്ക് നഴ്സിംഗിന് PNC, MAC, AMCS, FNCK ഉള്ളതുപോലെ തന്നെ പാരാമെഡിക്കലിനുള്ളതാണ് SPMA എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലും നമ്മുടെ കോളേജസ് ഉണ്ട്. സെൽഫ് ഫിനാൻസിങ്ങിന് നിങ്ങൾക്ക് അസോസിയേഷൻ വഴി കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അതുപോലെ ഡിപ്ലോമ, പാരാമെഡിക്കലിന്റെ ഡിപ്ലോമയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനുള്ളത് LBSൽ നിന്നും ഡിഗ്രിയുടെ പാരാമെഡിക്കൽ മാത്രമാണ്. പാരാമെഡിക്കൽ അപ്ഡേറ്റ് ചോദിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയുവാണ്, നമുക്ക് SPMA അതായത് സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ അസോസിയേഷൻ്റെത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് അതിൽ ഏതെങ്കിലും കോളേജസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. അതുപോലെ LBSന്റെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോമ കൊടുക്കേണ്ടവർ ഡിപ്ലോമ കൊടുക്കുക. അതുപോലെ തന്നെ LBSന്റെ പാരാമെഡിക്കൽ BSc ആണ് നമുക്ക് ഇനി വരാനുള്ളത്. ബാക്കി ഈ രണ്ടും വന്നിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കി വേണം വെക്കാൻ. പാരാമെഡിക്കൽ അപ്ഡേറ്റ്സ് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ BSc നഴ്സിംഗിന്റെ അപ്ഡേറ്റ്സ് പാരാമെഡിക്കൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ വെയിറ്റ് ചെയ്യാണ്. അതായത് നിങ്ങൾ BSc നഴ്സിംഗിന്റെ വീഡിയോസ് കാണാറില്ല. ഏകദേശം BSc നഴ്സിംഗിന്റെ അതുപോലെ തന്നെയുള്ള റിസർവേഷൻ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പാരാമെഡിക്കലും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗിന്റെ വീഡിയോസും കൂടെ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കും ഇതുപോലെയാണ് അലോട്ട്മെന്റ്, ഇതുപോലെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, നിങ്ങൾ എന്തൊക്കെയാണ് തെറ്റുകൾ അതിലും ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നതൊക്കെ BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും മുന്നോട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കും തെറ്റില്ലാതെ പാരാമെഡിക്കലിന് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻസും വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഒരു കോളേജിലേക്ക് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ BSc നഴ്സിംഗിന്റെ വീഡിയോ കാണാതെ പോകുന്നത് ഒരു മണ്ടത്തരം കൂടിയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ NOCയുടെ അപ്ഡേറ്റ് ചോദിക്കുന്നവർക്കും ഞാൻ ഓൾറെഡി NOCയുടെ ഒരു പഴയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും NOC വേണം എന്നതായിരുന്നു. പക്ഷെ അതിനുശേഷം LBS ഇപ്പോൾ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. അതുപോലെ അതിനുശേഷം NOCയുടെ ന്യൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഓൾറെഡി ചെയ്ത വീഡിയോയുടെ അതേ കാര്യങ്ങൾ തന്നെ കമന്റിൽ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ NOCയുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്കിനി ഓഗസ്റ്റ് 20 ശേഷം, അതായത് നാളത്തേക്ക് ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റിന് NOC വേണമോ വേണ്ടയോ, അതായത് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് NOC വേണമോ വേണ്ടയോ എന്നുള്ളത് സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും. മുന്നേ NOC വേണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ NOC വേണം എന്നൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അതിനുശേഷം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി LBS ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ സ്പോട്ടിന് NOC വേണമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പോട്ടിന് എല്ലാ വർഷവും NOC വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്നത് നമുക്ക് നോക്കേണ്ടതാണ്. അപ്ഡേറ്റ് വന്നതിന് ശേഷമായിരിക്കും അറിയാൻ പറ്റുന്നത്. പക്ഷേ സ്പോട്ടിന് കൂടുതലും NOC വരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് സ്പോട്ടിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ NOC വാങ്ങൽ നിർബന്ധമായിരിക്കും. മാക്സിമം നിങ്ങൾ സമയത്തിന് കിടന്ന് ഓടാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് NOC കിട്ടുമോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PNC, MAC, AMCS, FNCK എല്ലാത്തിൻ്റെയും അഡ്മിഷൻ നാളെയാണ് കഴിയുന്നത്, ഓഗസ്റ്റ് 20. അതുപോലെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ്റെതും നാളെയാണ് കഴിയുന്നത്. പലരും ചോദിച്ചതാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ്റെത് ഡൊണേഷൻ വരുമോ എന്നുള്ളത്. പല കോളേജസും ഡൊണേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ സ്പോട്ടിന് നിൽക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഫീ വേണം എന്നുള്ളത് പല കുട്ടികളും ചോദിച്ചു. എക്സ്ട്രാ ഫീ ആണോ വേണ്ടതെന്ന്. എക്സ്ട്രാ ഫീ എന്ന് ഉദ്ദേശിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു
1,00,000 മേലെ അടച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ സ്പോട്ടിന് അലോട്ട്മെന്റ് എടുത്തതിന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ആ കോളേജിൽ നിങ്ങൾക്ക് ഒരു ടൈം തരും. പക്ഷെ ആ ടൈം പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് പിന്നെയും 1,00,000 നിങ്ങൾക്ക് ഈ പറയുന്ന ഫീ തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം. നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്, ഡയറക്റ്റ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഡിലേ വരുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ലാപ്സ് ആയി പോവാതിരിക്കാനുള്ള കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് ഉടനെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.